നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹൗ ടു ഇൻക്രീസ് ബോളിംഗ് സ്പീഡ്. അപ്പോൾ അതിനുവേണ്ടി എന്തെല്ലാം പ്രിപ്പറേഷൻസ് വേണം, എന്തെല്ലാം വർക്കൗട്ട് വേണം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പ്രധാനമായും 4 ഡ്രിൽസ് ആണ് ബോളിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ബോളിംഗ് സ്പീഡ് കൂടാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വന്നത് ഷോൾഡർ സ്ട്രെങ്ത് ആണ്. റൈറ്റ് ഹാൻഡർ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിലും ആ ഷോൾഡർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമുക്ക് ടെറാ ബാൻഡ് ഉപയോഗിച്ച് കുറച്ച് വർക്കൗട്ടുകളുണ്ട്. അത് മാച്ചിന് മുന്നേ ഒരു ഹാഫ് ആൻ അവറിന് മുന്നേ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് വർക്കൗട്ട് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടെറാ ബാൻഡ് ഉപയോഗിച്ചുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഷോൾഡറിന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ഇതിന്റെ ഹോൾഡിങ്, അതിന്റെ പൊസിഷനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഷോൾഡർ ലെവൽ അലൈൻമെന്റ് ആയിട്ട് ആ എൽബോ ഈ ഒരു പൊസിഷനാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിങ്. ഇങ്ങനെ അപ്പറായിട്ടോ അല്ലെങ്കിൽ ലോവർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൽ ഈ ഒരു ഗ്യാപ്പ് കൊടുത്തോ നിൽക്കാൻ പാടില്ല ഒരിക്കലും. കറക്റ്റ് ഇതിനോട് ചേർത്ത് ആ ഒരു പൊസിഷനിങ് കീപ്പ് ചെയ്ത് ഒരു 10-12 റെപ്സ് ചെയ്താൽ മതി. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ആ ഒരു ഏരിയ കീപ്പ് ചെയ്ത് നിൽക്കുക. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. കാരണം 3 മസിൽസ് ആണുള്ളത് ഷോൾഡറിൽ. അത് കറക്റ്റായി കിട്ടാൻ 1 2 ഈ ഒരു പൊസിഷൻ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കൈ ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ഒരിക്കലും പാടില്ല. ഒരു 12-15 റെപ്സ് ചെയ്യാം. വളരെ സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ, ഒരിക്കലും ഇങ്ങനെ ക്വിക്കായി ചെയ്യാൻ പാടില്ല. ബോത്ത് ഹാൻഡ്സും ഒരുപോലെ ചെയ്യണം. ഈ ഒരു ലെഫ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലെഫ്റ്റ് ഹാൻഡിലും ഈ 2 എക്സസൈസും ഇതും ഓക്കെ. ആ പൊസിഷനിങ് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് പൊസിഷനിങ്. ഒരു 12-15 റെപ്സ്. ഓക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു എൽബോ നോക്കിയോളൂ, ഇങ്ങോട്ട് വൈഡ് ആവാനോ ഇങ്ങോട്ട് ക്ലോസ് ആവാനോ പാടില്ല. ഈക്വലൻ്റായി ഈ ഒരു ഹാൻഡ് ഇങ്ങോട്ട് ബാക്കിലേക്കോ മുമ്പിലേക്കോ പോകാൻ പാടില്ല. ഇതാണ് പൊസിഷനിങ്. ഈ സെയിം എക്സസൈസ് നമ്മുടെ 2 ഹാൻഡ്സിനും ഒരുപോലെ ചെയ്യണം. അപ്പോൾ ഈ ടെറാ ബാൻഡ് ഉപയോഗിച്ചുള്ള എക്സസൈസ് നമ്മൾ കണ്ടു. ഇത് നമ്മൾ ഏതൊരു ക്രിക്കറ്ററും ഡെയിലി ലൈഫിൽ ഒരു വാമപ്പ് എക്സസൈസ് പോലെ ഉൾപ്പെടുത്തേണ്ട ഒരു എക്സസൈസ് ആണ്. ലെറ്റ്സ് സീ ഫസ്റ്റ് ഡ്രിൽ. നമ്മുടെ ഞാൻ റൈറ്റ് ഹാൻഡർ ആണ്. അപ്പോൾ വലത്തെ കൈയിനെ ഈക്വലൻ്റ് ആയിട്ട് ആ ടെറാ ബാൻഡ് വെച്ച് കുറച്ച് ക്വിക്കായി ഒരു 6-7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്വിക്കായി ചെയ്യാം. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 2-3 റെപ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രില്ല് ഒരു റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് ഫുട്ട് ഫ്ലോറിലും റൈറ്റ് ഫുട്ട് ഇതാണ് നമ്മുടെ പൊസിഷനിങ്. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബോൾ, അതായത് ലെതർ ബോളിനേക്കാൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബോളാണ് ഇതിൽ നമുക്ക് ഡ്രില്ലിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഓക്കെ. നമ്മുടെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആ ഒരു ബോളിംഗ് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡ്രില്ല് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ബാൻഡ് നമ്മുടെ ഓപ്പോസിറ്റ് കയ്യിലും കുറച്ച് ഒരു മീഡിയം ബാൻഡ് ബോളിംഗ് ആമിലും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ. ബോളിംഗ് ആമിൽ ടെറാ ബാൻഡ് നോക്കി അറിയാൻ പറ്റും, കുറച്ച് താഴെ ലെവലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോൺ ബോളിംഗ് ആം കുറച്ച് അപ്പർ ലെവലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. രണ്ടും ഈക്വലൻ്റ് ആയിട്ട് ചെയ്യണം. ഈ ഒരു എക്സസൈസ് 12-15 റെപ്സ് ചെയ്യുക. മസ്റ്റായിട്ട് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്, ഒരു ഡ്രില്ലാണ്. ഒരു 3 സെറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. നമ്മുടെ 4th ആൻഡ് ഫൈനൽ ഡ്രില്ല്, അതായത്
ലെതർ ബോളിനൊക്കെ ഒരു 10 ഗ്രാംസ് കുറഞ്ഞിട്ടുള്ള ഒരു ബോളായിട്ടുള്ള ഒരു ടെന്നീസ് ബോൾ ഉപയോഗിച്ച് നമ്മുടെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആ ഒരു ഫുൾ ഫ്ലോ ഉപയോഗിച്ച് നമ്മൾ ബോൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. നെറ്റ്സ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതിലേക്ക് നമ്മൾ റണ്ണപ്പ് ഉപയോഗിച്ച് റണ്ണപ്പ് എടുത്ത് ഫുൾ സ്ട്രെങ്ത്തിൽ ബോൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രില്ല്. ഒരു 2 to 3 overs, അതായത് 15 to 20 ബോൾസ് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എഫക്റ്റീവ് ആയിരിക്കും. For this kind of interesting cricket videos, follow my channel. Thank you.